ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാറ്ററി ബാക്കപ്പ് ചെറുതായിട്ട് ഡ്രോപ്പ് ആവുന്നൊക്കെ, ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഒരു ബാധ്യതയായിട്ട് മാറും. ആ ഒരു സമയത്ത് ഒരു 79. ഹേ ഗൈസ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. സോ ആസ് വി ഇൻഡിക്കേറ്റ്സ്, നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ കൺസേൺ ആയിരിക്കും ബാറ്ററി ഹെൽത്ത്. ഞാൻ ഒരുപാട് തവണ എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ലാതെ സ്റ്റോറീസ് ആയിട്ടും ഒക്കെ ഒരുപാട് തവണ ഷെയർ ചെയ്ത കാര്യമാണ് ബാറ്ററി ഹെൽത്തിനെ പറ്റിയുള്ള കുറേ മിത്സും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. സ്റ്റിൽ എനിക്ക് DM വരുന്നതും കമന്റ്സിൽ വരുന്നതായിട്ടുള്ള കുറേ കൺസേൺസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചിലപ്പം കുറച്ച് ലെങ്ത് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊരു കൺസേൺ ആണെങ്കിൽ മാത്രം കണ്ടിരിക്കുക. അപ്പൊ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രോ ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഒരു iPhone XR മുതൽ അങ്ങോട്ടുള്ള ഏത് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതുവരെയുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 11 മുതൽ അങ്ങോട്ടാണെങ്കിൽ നിങ്ങൾക്ക് iOS 26 മുതലുള്ള അങ്ങോട്ടുള്ള അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോ അപ്ഡേറ്റ് നടത്തുന്ന സമയത്തും ചിലപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയി പോകുന്നുണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് ഇൻഡെക്സിങ്. നിങ്ങളുടെ ബാറ്ററി ലെവല് എത്രയാണോ ഉള്ളത് ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും കാലിബ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ബാറ്ററി ഇൻഡെക്സ് ആ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒരിക്കലും ഡ്രോപ്പ് ആയി പോവില്ല. അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റിൽ എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നു. പിന്നെ നിങ്ങൾ ഏത് ലോ എൻഡ് ഡിവൈസ് XR മുതൽ അങ്ങോട്ട്, XR ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പൊ അധികം എല്ലാവരും XR മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. 6, 7, 8, 10 വരെയുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ടുള്ള ഏത് ഡിവൈസ് ആണെങ്കിലും നിങ്ങളുടെ ഡിവൈസിൽ ബാറ്ററി ഹെൽത്ത് എന്ന് കാണിക്കുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ യൂസ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ ആണെങ്കിൽ, നിങ്ങളിപ്പോ 17 Pro Max ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി, ഭയങ്കര ഹാർഡ് കോർ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് ഡ്രോപ്പ് ആവും. ഇറ്റ്സ് എ ഡെഫിനിറ്റ് തിങ്. നിങ്ങളുടെ യൂസ് കേസ് നിങ്ങൾ വീഡിയോ എടുക്കാറുണ്ട്, എഡിറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ വെയിലത്തും ചൂട് കൂടിയ സമയത്തും നിങ്ങളെ റൂം ടെമ്പറേച്ചർ കൂടിയ സമയത്തും എല്ലാ സ്ഥലത്തും നിങ്ങളെ ക്യാമറ ആയിട്ട് ഫസ്റ്റ് പ്രൈമറി ഡിവൈസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഈ ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിന്റെ ബാറ്ററി ഹെൽത്ത് ഡെഫിനറ്റ്ലി ഒരു 4 to 5 months എന്തായാലും 1 or 2% ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവും. ഇനിയിപ്പോൾ അത് കൂടി പോയാലേ ഉള്ളൂ. കുറഞ്ഞു പോയാൽ ലക്കിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അതായത് നിങ്ങൾ സൈക്കിൾ കൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യുന്ന ആളാണ്, മേ ബി അതിൽ കൂടുതൽ കാലം നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയേക്കാം, മൈറ്റ് ബി. അതൊരു ചാൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 80 to 20 മീൻസ് നിങ്ങളൊരു 20% ചാർജ് ആവും. 80, 85 അല്ലെങ്കിൽ 95% ഒക്കെ ആവുമ്പോൾ നിങ്ങൾ ചാർജ് 100 അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തിട്ട് അതൊക്കെ ഓൾറെഡി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവും. ഒരു ബാറ്ററി പെർസെൻറ്റേജ് ലോക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചാർജ് ഇല്ല. പിന്നെ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ഓൺ ആയി കഴിഞ്ഞാൽ 80% വരെ നല്ല ഹൈ സ്പീഡിലാവും. അവിടെ അങ്ങോട്ട് മെല്ലെ മെല്ലെ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് അത്രയും ചാർജ് മതി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങും. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളെ യൂസ് കേസ് ഒക്കെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വെയിലത്തൊന്നും പോയി ഫോട്ടോ എടുക്കാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് 80% അല്ലെങ്കിൽ 90% ഒക്കെ ആകുമ്പോൾ ഡിസ്കണക്ട് ചെയ്തതിൽ 20% താഴെ പോകുമ്പോഴത്തേക്ക് ചാർജ് അങ്ങനെയൊക്കെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ബാറ്ററി ഹെൽത്ത് കുറച്ച് കാലം കൂടെ കിട്ടും. അതല്ല നിങ്ങൾ ഹാർഡ് കോർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബാറ്ററി ഹെൽത്തിനെ പറ്റി എപ്പോഴും കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. നിങ്ങൾക്ക് ഹാർഡ് കോർ യൂസ് ചെയ്യാൻ വേണം, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കമ്പനി ഈ സാധനം ഉണ്ടാക്കുന്നത് എന്തിനാ? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നതിനാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം യൂസ് ചെയ്യാതെ വെറുതെ ചില്ലും കൂട്ടി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത്രയും കാശ് മുടക്കിയ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് കേസ് എന്നുള്ളതനുസരിച്ച് അത് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനെ പറ്റിയുള്ള ഒരു ടിപ്പാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു 80 അല്ലെങ്കിൽ 90% ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത്, മീൻസ് നിങ്ങളെ ചാർജർ ഡിസ്കണക്ട് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ സൈക്കിൾ കൗണ്ട് നിങ്ങൾക്ക് കുറച്ചായിട്ട് കാണിക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഭയങ്കര ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ഫോൺ ചാർജിനെ കുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ബാറ്ററി ഹെൽത്ത് എപ്പോഴും അതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ എത്ര തന്നെ ഈ ഒരു സംഭവം കൺസിഡർ ചെയ്ത് 80 to 90 സൈക്കിൾ കൊണ്ട് കൺസിഡർ ചെയ്താലും ഹീറ്റായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബാറ്ററി കൊണ്ടുപോയിട്ട് ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി ഹെൽത്തിനെ നല്ല രീതിയിൽ അത് ബാധിക്കുക. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് ഹീറ്റായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ഡ്രോപ്പ് ആയാലും നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചാർജിന് ഇടുക. അല്ലാത്ത പക്ഷെ നേരിട്ടുണ്ടെങ്കിൽ കുത്തിയ ആ ഹീറ്റ് കൂടുതൽ കൂടും. 80% ചിലവരൊക്കെ ചില സമയത്തൊക്കെ കാണാം നമ്മൾ 80% മേലേക്ക്
ചാർജ് ആവില്ല, അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഹീറ്റ് ഡ്രോപ്പ് ആയതിന്റെ ശേഷം ആവുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് കൂൾ ആയതിന്റെ ശേഷം മാത്രം ചാർജ് ചെയ്ത് വെക്കുക. അതൊരു ഹെൽത്ത് ടിപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള വെയിലും നല്ല ഹീറ്റിലൊന്നും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഭയങ്കര വിന്റർ സീസണിലൊക്കെ പോയിട്ട് നല്ല ഫ്രോസൺ ആയി നിൽക്കുന്ന സമയത്തൊക്കെ പോയിട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നമ്മളെ ബാറ്ററി ഹെൽത്തിനെ ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹീറ്റ് ആയി നിൽക്കുമ്പോൾ അല്ലേ പ്രശ്നമുള്ളൂ. അതങ്ങനെയൊന്നല്ല. ഒരു മിനിമൽ ടെമ്പറേച്ചർ ഉണ്ട് ഫോൺ യൂസ് ചെയ്യുക. അത് നോർമൽ, ഇപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വരുന്ന നോർമൽ ഒരു 20°C 25 ആ ഒരു ടെമ്പറേച്ചർ ഒക്കെയാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ. അതിൽ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഡിറ്റിങ് അതേപോലെ തന്നെ ഹാർഡ് കോർ സാധനങ്ങളൊന്നും ലോങ് ടേമിലേക്ക് ഒരിക്കലും നമ്മൾ ഫോണിൽ ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ഓക്കെ ആയിരിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാം റെഡി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യാൻ പറ്റും, റീൽസ് ഒക്കെ ചെയ്യാൻ നല്ല കിഡില് ആയിട്ടുള്ള ഔട്ടൊക്കെ കിട്ടും. പക്ഷെ ലോങ് ടേമിലേക്ക് നമ്മൾ എപ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഔട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പോർട്ടിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റെൻഡർ ചെയ്ത് വരാനുള്ള സ്പീഡ് കുറഞ്ഞു തുടങ്ങും, പെർഫോമൻസ് ചെറുതായിട്ട് ഡ്രോപ്പ് ആവും, ബാറ്ററി നല്ല രീതിയിൽ ഹീറ്റ് ആവും. അപ്പൊ നമുക്ക് പെർഫോമൻസ് ലോങ് ടേമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ മെയിൻലി ഈ ഐപാഡ് അല്ലാതെ തന്നെ മാക്ബുക്ക് അങ്ങനെ ഏതെങ്കിലും ഡിവൈസിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് അത് വെച്ചിട്ട് അവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഐഫോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഐഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ FPS അല്ലെങ്കിൽ പെർഫോമൻസ് ഡിസ്പ്ലേയിലുള്ള ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യരുതെന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാവുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾ വരുമാനം ഒന്നും ഉണ്ടാക്കുന്നില്ല, വെറുതെ നിങ്ങൾ ഗെയിം കളിച്ച് കളയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗെയിമിലേക്ക് വേണ്ടിയിട്ട് ഐഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് വേറെ ആൻഡ്രോയിഡ് ഫോണുകളും അങ്ങനത്തെ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ അത് ചൂസ് ചെയ്യുക, ഐഫോൺ യൂസ് ചെയ്യാതെ. പിന്നെ നമ്മുടെ ഇപ്പൊ ബാറ്ററി ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി ഏകദേശം ഒരു 80% ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആവും. പിന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് കുറയും. വിഷ്വലി നിങ്ങൾക്ക് അവിടെ ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് കാണിക്കുന്നത് മാത്രമായിരിക്കില്ല നിങ്ങളെ ഇഷ്യൂ. നിങ്ങൾക്ക് റിയൽ യൂസ് കേസിൽ, നിങ്ങളുടെ റിയൽ ലൈഫിൽ യൂസ് കേസിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 1 ഡേ നിങ്ങൾക്ക് 3-4 തവണ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഒരു ബാധ്യതയായിട്ട് മാറും. ആ ഒരു സമയത്ത് ഒരു 79 ഒക്കെ താഴെയാണ് ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടില്ല എന്നുള്ള ഇതിനൊരു വാർണിംഗ് ഒക്കെ കാണിക്കാൻ തുടങ്ങി ആ ഒരു സമയത്തായിരിക്കും. അപ്പം ഒരു 79 അല്ലെങ്കിൽ 75 to 79 ഉള്ളിലേക്ക് നമ്മളെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള സമയമായി. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു സെക്കൻഡറി ഫോൺ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നത്, പ്രൈമറി ഡിവൈസസ് വേറെ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാലം കൂടെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് എത്തുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിലവരുടെ ബാറ്ററിക്ക് ബൾജായി വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ബാറ്ററി ഹെൽത്ത് മാത്രം നോക്കരുത്, നിങ്ങളുടെ ഹെൽത്ത് കൂടെ നോക്കണം. അല്ലെങ്കിൽ ഫോണൊക്കെ പൊട്ടിത്തെറിച്ച് സംഭവം കുറച്ച് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക. അപ്പം ആ ഒരു കണ്ടീഷനൂടെ നിങ്ങളെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന കണ്ടീഷനൂടെ ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ബാറ്ററി മാറ്റുകയാണെങ്കിലും ഫോൺ മാറ്റുകയാണെങ്കിലും ഐഫോൺ എടുക്കുകയാണെങ്കിലും ഒരേ ഒരു ചോദ്യമുള്ളൂ, ഈസ് ഇറ്റ് വർത്ത്? നിങ്ങളെ യൂസ് കേസിന് അത് വർത്ത് ആണോ? അപ്പൊ നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആണ്, വീഡിയോഗ്രാഫർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഏത് യൂസ് നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, എന്ത് ആവശ്യത്തിനായാലും ഈ നിങ്ങൾ ഷോ കാണിക്കാൻ എടുക്കുകയാണെങ്കിൽ കൂടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അപ്പൊ നിങ്ങൾ മേടിക്കുന്ന എന്ത് പേർപ്പസിനായാലും അതിന് വർത്ത് ആണോ ഐഫോൺ? നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കുക, ഫോട്ടോ എടുത്ത് നോക്കുക, ബാക്കിയുള്ള ഡിവൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, പ്രൊഫഷണൽ ക്യാമറാസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അതിന്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഐഫോൺ മേടിക്കുന്ന അല്ലെങ്കിൽ ഐഫോൺ ബാറ്ററി മാറ്റുന്നത്, യൂസ്ഡ് ഫോൺ മേടിക്കുക എന്തായാലും വർത്ത് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ഇത് ചൂസ് ചെയ്യുക, ബാറ്ററി മാറ്റുക. എന്തായാലും ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 ഇയർ ഒക്കെ അല്ലെങ്കിൽ 2 to 3 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി. അപ്പൊ നിങ്ങൾ വേറൊരു ഫോൺ എടുക്കുന്നതാണോ, വേറൊരു ഐഫോണോ വേറൊരു ഫോൺ ചൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിന്റെ ബാറ്ററി മാറ്റുന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഐഫോൺ 12 ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പൊ നമ്മൾ 2026 വരെ യൂസ് ചെയ്തു, 4 ഇയേഴ്സ് യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ ബാറ്ററി മാറ്റുന്ന സമയത്ത് ഒരു 20K ഒക്കെ അടുത്ത് നിങ്ങൾക്ക് പ്രൈസ് അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളത് മാറ്റുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന സ്പെക്സും ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇപ്പൊ അത് ചേഞ്ച് ചെയ്യുന്ന വർത്ത് ആണോ നിങ്ങളൊന്ന് നോക്കുക, ആലോചിച്ച് ശരിക്കും
ശരിക്കും ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. എത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതിന്റെ ഫീച്ചേഴ്സിന് എത്ര അപ്ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടും, വേറെ ഏതെങ്കിലും ഡിവൈസ് മേടിച്ച്, അത്രയും കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റി ആലോചിക്കുക. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ചാർജ് ചെയ്യാനിട്ടുകൊണ്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോ ഒരു പണി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ തിന്നുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും, തിന്നുന്നതിന്റെ ഉള്ളിൽ കൂടെ വേറെ ഒരു പണിയെടുത്ത് അങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫോണിനും ഇതാവുന്നുണ്ടാവും. ഫോൺ ഓൾറെഡി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ അതിന്റെ പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡിൽ പൊക്കൊണ്ടിരിക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പൊ ആ ഒരു സംഭവമൊക്കെ നമ്മളെ ബാറ്ററിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ മാക്സിമം നമ്മൾ ചാർജിന് ഇടുന്ന സമയത്ത് അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ യൂസ് കേസ് ഓക്കെ ആയതിനു ശേഷം നമ്മളത് ചാർജ് ചെയ്യാനായിട്ട്, ഇൻ കേസ് നമ്മളെ പവർ ഓഫ് ആവുന്ന ഒരു കണ്ടീഷൻ വരെ ഒന്നും എത്തിക്കാതിരിക്കുക. കാരണം നമ്മളെ ബാറ്ററി അത്ര എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും ഓഫ് ആവുന്നുണ്ടാവുക. കാരണം അതിന്റെ 1% ഒക്കെ പറഞ്ഞാൽ കൂടുതൽ നേരം ഐഫോണിൽ കിട്ടും. കാരണം വെച്ചാല് അത്രയും സിംഗിൾ ഡ്രോപ്പ് ചാർജ് വരെ ഇത് പിക്ക് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ ചാർജ് ചെയ്യാനാണ് ഡെഡ് ബാറ്ററി സെല്ലൊക്കെ ഡ്രോപ്പ് ആയിപ്പോ. അപ്പൊ നിങ്ങൾ ആ ഒരു സംഭവം ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും മാക്സിമം 20% ഉള്ളിൽ, മാക്സിമം 20 to 10 ഉള്ളിലായിട്ട് നിങ്ങൾ ചാർജ് ചെയ്യാനിടുക. ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ചിലർ ഫോൺ കുത്തിയിടും. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാണോ അങ്ങനെയൊക്കെ ചോദിച്ച് പലരും കമന്റ് ഇടാറുണ്ട്. അങ്ങനെ നിങ്ങൾ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ രാവിലെ എണീറ്റ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റ് പവർ നോക്കുന്ന സമയത്ത് ഓ ഷിറ്റ് ചാർജ് ഇല്ല, ആ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ നിങ്ങൾ രാത്രി ചാർജ് ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഡെയിലി അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതേ. കാരണം എത്ര തന്നെ ലിഥിയം അയോൺ ബാറ്ററി സേഫ് ആണ്, കട്ട് ഓഫ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തട്ടും വല്ല ഓവർലോഡോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ്നിങ് കാരണമുള്ള എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാരണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോൺ നാശമായി പോകും, നിങ്ങൾ അറിയോലില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ആക്സിഡന്റൽ ഡാമേജസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അത്ര സേഫ് അല്ല. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് അത് ഭയങ്കര നെസസറി ആണ്, നിങ്ങളെ വർക്കിനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ അതൊരു ഭയങ്കര പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. പിന്നെ മെയിൻലി നിങ്ങൾ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യും. വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ തന്നെ നമുക്ക് വേറെ ഒരു നിവർത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വയർലെസ് ചാർജിങ്. അല്ലാതെ നിങ്ങൾ എപ്പോഴും വയർലെസ് ചാർജിങ് യൂസ് ചെയ്താലും നിങ്ങളെ ബാറ്ററിക്ക് നല്ലതൊന്നുമല്ല. നിങ്ങളെ കാറിലാണെങ്കിൽ പോലും വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ ഹീറ്റ് ആവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇൻ കേസ് നിങ്ങളെ ഫോണ് ഡെഡ് ആവാനായി നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുക. അതും ഭയങ്കര സ്പീഡൊക്കെ കുറവ് തന്നെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിവേഴ്സ് വയർലെസ് ചാർജിങ്. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാറ്ററിന്റെ അകത്തു നിന്നാണ് ഈ പവർ വേറെ ഡിവൈസിലേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചറൊക്കെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ബാറ്ററീനെ കില്ല് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഹാബിറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ അടുത്ത്. ആ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പാനിക് ആയിട്ട് പുതിയ ഫോൺ എടുക്കുമ്പോൾ ഓ ഈ ബാറ്ററി ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും, അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് പാനിക് ആവണ്ട. നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഭയങ്കരമായിട്ട് പാനിക് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടൊന്നും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വിചാരിച്ചിട്ടൊന്നും ഒരിക്കലും നമ്മളെ ബാറ്ററി ഒരുപാട് കാലം കിട്ടുന്നില്ല. യൂസ് ഇറ്റ് വൈസ്ലി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെ ചോയ്സ് ആണ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാശൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമില്ല, ഐഫോൺ പഠിച്ചു വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം. നിങ്ങളെ ഹെൽത്ത് എന്തായാലും കെയർ ഈ പറഞ്ഞ രീതിയിൽ ബൾജായിട്ടൊന്നും ക്യാമറ ലൈക്ക് ബാറ്ററി ബൾജായിട്ടൊന്നും ഡിവൈസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ബാറ്ററി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ബാറ്ററി ചാർജ് ലോക്ക് ആവുന്ന ഒരു ഫീച്ചർ ഉണ്ട്, അത് നിങ്ങൾ 15 മേലുള്ള ഡിവൈസിലൊക്കെ കിട്ടും, അത് നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഓട്ടോമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതില്ലാതെ ഇപ്പൊ 13, 14 ഈ ഒരു ഫീച്ചർ ഇല്ല, 95 ലോക്ക് ചെയ്തിടാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഓട്ടോമേഷൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പെർസെന്റേജ്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഇതിൽ 80, 95 ഒക്കെ ആകുമ്പോൾ ഡിസ്കണക്ട് ചെയ്യുക. 10 to 20 തന്നെ മാക്സിമം ചാർജ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ രീതിയിൽ ഹീറ്റുള്ള എൻവയോൺമെന്റിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചാർജ് ഇടാതിരിക്കുക. അങ്ങനത്തെ കുറെ ടിപ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിൻ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ യൂസ് കേസിന് എങ്ങനെ അത് ഓപ്റ്റ് ആവും. ഇത് ML വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്, മെഷീൻ ലേണിംഗ് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ
ഓരോ തവണ ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴല്ല കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ. അപ്പൊ നിങ്ങളുടെ യൂസ് കേസ് എപ്പോഴും എങ്ങനെയാ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇടക്കിടക്ക് നിങ്ങളുടെ യൂസ് കേസ് അല്ലെങ്കിൽ നിങ്ങളുടെ റൊട്ടീനൊക്കെ മാറ്റി യൂസ് ചെയ്യുമ്പോൾ അത് ബാറ്ററിനെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് ബാക്കപ്പ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരും. ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാറ്ററി ബാക്കപ്പ് ചെറുതായിട്ട് ഡ്രോപ്പ് ആവുന്നൊക്കെ. അത് നിങ്ങളെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് നിങ്ങളുടെ റൊട്ടീൻ എങ്ങനെയാണെന്ന് ക്യാപ്ചർ ചെയ്ത് വരാൻ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് അതിന് കൊടുക്കുക. അത് കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയ ബാക്കപ്പ് കിട്ടും. അപ്പൊ അത് എന്തായാലും നോട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡെക്സിങ് അതൊരിക്കലും നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒരിക്കലും ഡ്രോപ്പ് ആവില്ല. നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഓൾറെഡി ആ ഒരു ബാക്കപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇൻഡെക്സിങ് ഇപ്പൊ 98 ആണ് കാണിച്ചു വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ പഴയ ഇൻഡെക്സിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ബാറ്ററി ഓൾറെഡി 97 റൺ ചെയ്യുന്നത്. അവിടെ കാണിക്കുന്ന ഇൻഡെക്സിങ് അവർ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയാണ് അത് ചെയ്യുക. പിന്നെ ആപ്പിൾ കെയർ പ്ലസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. അത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ അപ്പീൽ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ ക്ലെയിം നേടിയെടുക്കുക. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡിവൈസിന്റെ മേലെ ഡാമേജസ് ഒന്നും ഇല്ലെങ്കിൽ ആ ക്ലെയിമിന് നിങ്ങൾ യോഗ്യനാണെന്നാണ് അതിന്റെ ഇത്. നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അതല്ലാതെ നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എലിജിബിലിറ്റി കുറച്ച് ഇഷ്യൂ ആയിരിക്കും. പിന്നെ പുറത്തുനിന്നൊക്കെ ഡിവൈസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കുറച്ച് ഇഷ്യൂ ആയിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ബാറ്ററിന്റെ കാര്യമാണ്. അപ്പൊ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് വിചാരിക്കുന്നു. ഇതിൽ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഐഫോണിന്റെ റിലേറ്റഡ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.